നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നൊരു രീതിയാണ് ആരെങ്കിലും ഒരു പുതിയ സംരംഭം എന്തെങ്കിലും ഒരു യുണീക്നെസ് ഉള്ളൊരു സംരംഭം തുടങ്ങി അത് വിജയിക്കുന്നു എന്ന് കണ്ടാൽ യാതൊരുവിധ ഡിഫറൻസിയേഷനും ഇല്ലാതെ അതേ സംഗതി കോപ്പി അടിച്ചുകൊണ്ട് തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് അതുപോലത്തെ ഒരു സംഗതി തുടങ്ങുക, അതിങ്ങനെ വ്യാപകമാക്കുക എന്നുള്ളത്. പലപ്പോഴും ആദ്യത്തെ ആൾ തുടങ്ങിയ പ്രൈസിൽ നിന്നും കുറച്ചുകൊണ്ടും അങ്ങനെ ആ മാർക്കറ്റിനെ നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഈ പിന്നീട് തുടങ്ങുന്ന ആളുകൾ മിക്കവാറുമൊക്കെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡെപ്തിൽ പോയി ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പഠിച്ച് ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കി ഇത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ എന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അവരിത് തുടങ്ങുക. അപ്പോൾ ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് അവിടെ ആൾ കയറുന്നുണ്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് സക്സസ് ആയി എന്ന് അല്ലെങ്കിൽ അത് പ്രോഫിറ്റബിളായി എന്ന് ഒരിക്കലും നമ്മൾ തീരുമാനിക്കരുത്. കൃത്യമായ ഫീസിബിലിറ്റി സ്റ്റഡിയും അതിൻ്റെ ഒരു മാർക്കറ്റ് റിസർച്ചും ഇതിൻ്റെ ഫിഗേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടും അതുപോലെ തന്നെ നമുക്കതിന് സാധിക്കുമോ, അതിനുള്ള ഒരു സ്കില്ലും ഇൻട്രസ്റ്റും അതിനുള്ള ഒരു പാഷനൊക്കെ നമുക്കുണ്ടോ എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ. ചൈനയുടെ ഒരു നല്ല ഉദാഹരണം ഈ വിഷയത്തിലുണ്ട്. ഞാൻ ഒരുപാട് കാലം ചൈനയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നതും കോമ്പറ്റീഷൻ എന്നുള്ളതിനേക്കാൾ അപ്പുറം കൊളാബറേഷനിലൂടെയും ഡിഫറൻസിയേഷനിലൂടെയും അവർ ലോകത്തെ തന്നെ ഒരു ബിസിനസ് മേഖല കീഴടക്കിയത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും.